എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പരീക്ഷാഫലം മെയ് 5-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് +2 റിസൾട്ട് വന്ന ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 10-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും എന്നാണ്, അത് പ്രഖ്യാപിക്കാൻ സാധിക്കും എന്നാണ് നിലവിൽ കരുതുന്നത്. അപ്പോൾ SSLC പരീക്ഷ റിസൾട്ടിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികളുടെ +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാറുള്ളത്. കാരണം SSLC പരീക്ഷയുടെ വാല്യുവേഷൻ തന്നെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി +2വിൻ്റെ കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ആ ഒരു SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ച ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികളുടെ +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക. അതുകൊണ്ട് തന്നെ മെയ് 5-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ +2 റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ മെയ് 5-ാം തീയതി നീറ്റ് പരീക്ഷയൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ മെയ് 10-ാം തീയതിയോടെയാണ് നിലവിൽ ഈ ഒരു ഡേറ്റ്, അതായത് SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നേരത്തെ തന്നെ വന്നേക്കും. SSLC പരീക്ഷാഫലം വന്ന ശേഷം ഏകദേശം 2 ദിവസത്തിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികളുടെ റിസൾട്ട്, അതായത് +2വിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. മുൻ വർഷങ്ങളിലൊക്കെ അതേ രീതിയിലായിരുന്നു. SSLCയുടെ റിസൾട്ട് വന്ന് ഏകദേശം 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷമാണ് +2വിൻ്റെ റിസൾട്ട് സാധാരണ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് വാല്യുവേഷൻ അതുപോലെ ടാബുലേഷൻ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ ഒരു SSLCയുടെയും അതുപോലെ +2വിൻ്റെയും റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ആദ്യം SSLCയുടെയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം +2വിൻ്റെ റിസൾട്ടുമാണ് സാധാരണ പ്രഖ്യാപിക്കാറുള്ളത്. ഇനി വിദ്യാർത്ഥികൾ +2വിൻ്റെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നോക്കാം. നിങ്ങൾക്ക് iExam മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ iExam പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയോ, അതായത് kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ കൈറ്റിൻ്റെ വെബ്സൈറ്റ്, അതുപോലെ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം, അതായത് +2വിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ കാണാൻ സാധിക്കും DHSC റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട്, നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സൈഡിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട്, അതായത് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഏതാണോ, നിങ്ങളിപ്പോൾ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഒരു സയൻസ് ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമായിരുന്നു ഈ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആയിരുന്നാലും നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ നിശ്ചിത മാർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പുണ്ടായിരുന്നു, പക്ഷെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അതുപോലെ നിങ്ങൾ ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ 500 രൂപ നൽകിക്കൊണ്ട് റീവാലുവേഷൻ അപേക്ഷിക്കാം. അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് 10% മാർക്ക് കൂടുകയാണെങ്കിൽ, അതായത് 60 മാർക്കിൻ്റെ വിഷയത്തിന് റീവാലുവേഷന് ശേഷം 6 മാർക്കോ അതിൽ കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയത്തിൽ 8 മാർക്കോ അതിൽ കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടും. അതേസമയം അതിൽ കൂടിയിട്ടില്ല, ജസ്റ്റ് അതിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൂടിയ മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കാം. അതുപോലെ നിങ്ങളുടെ പേപ്പറിൻ്റെ ആ ഒരു വാല്യുവേഷൻ ചെയ്ത പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു റീവാലുവേഷന് നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അത് ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ +2വിന് ഏതെങ്കിലും വിഷയങ്ങൾക്ക് പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ പരാജയപ്പെട്ടാലും ആ ഒരു വിഷയങ്ങൾ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സേ പരീക്ഷയ്ക്കുള്ള ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 175 രൂപയും. അതുപോലെ തന്നെ ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഏകദേശം ജൂലൈ അല്ലെങ്കിൽ ജൂൺ മാസം അവസാനത്തോടെയാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക. അപേക്ഷാ തീയതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക്, അതായത് അപേക്ഷ ആരംഭിക്കുന്നത് നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ സേ പരീക്ഷയുടെയും അതുപോലെ റീവാലുവേഷൻ്റെ ഒക്കെ അപേക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു അപേക്ഷ ഏകദേശം ഒരു 10-25 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പരീക്ഷ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സേ പരീക്ഷ പെട്ടെന്ന് തന്നെ വരുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ട പ്രിപ്പറേഷൻ വിദ്യാർത്ഥികൾ ആ ഒരു റിസൾട്ട് വന്ന ശേഷം തന്നെ ചെയ്യേണ്ടതാണ്. അതായത് ഇതിനുള്ള അപേക്ഷ നൽകൽ, അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു സേ പരീക്ഷയ്ക്ക് ശേഷം, അതായത് സേ പരീക്ഷ നിങ്ങൾക്ക് എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസത്തോടെയൊക്കെയാണ് വരിക, അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടെയൊക്കെയാണ് വരിക. അപ്പോൾ ഈ ഒരു സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികളോടൊപ്പം ജയിച്ചിട്ടുള്ള, അതായത് +2 ജയിച്ച റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒറ്റൊരു വിഷയം മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. +2വിൽ ഫെയിൽഡ് ആവുന്ന വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയും അതുപോലെ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. പരാജയപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയങ്ങൾ
തോറ്റിട്ടുണ്ടോ, അതായത് ഡി പ്ലസ് ഗ്രേഡോ അതിൽ കുറവോ കിട്ടിയിട്ടുണ്ടോ, ആ ഒരു വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫെയിൽഡായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് അവസരം നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു വർഷം വെറുതെ നിങ്ങളുടെ ഇത് വേസ്റ്റ് ആവണ്ട എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് സേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സാം തന്നെ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ ആ ഒരു പരീക്ഷ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 2024 ഈ ഒരു പ്ലസ് ടു കഴിയുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് ഏകദേശം 4-5 വർഷം കൊണ്ട് തന്നെ വിദ്യാർത്ഥി ആ ഒരു പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള നിബന്ധന ഉണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ആ ഒരു പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് ആ ഒരു പാസ്സാവാനായിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു പരീക്ഷ അഥവാ പ്ലസ് ടു തോറ്റ് കഴിഞ്ഞാൽ എഴുതേണ്ട എന്ന് കരുതും. പക്ഷേ എങ്കിൽ കുറേ കഴിഞ്ഞിട്ടായിരിക്കും പ്ലസ് ടു വേണമായിരുന്നു, അത് ജയിക്കാമായിരുന്നു എന്ന് കരുതുക. ചിലപ്പോൾ ആ ഒരു സമയത്തേക്ക് പിന്നീട് ഈ ഒരു 5 വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പിന്നീട് ആ ഒരു വിദ്യാർത്ഥി പിന്നീട് പ്ലസ് ടു തുല്യതാ പരീക്ഷയൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ NIAS ഒക്കെ എഴുതിയിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷ, അതായത് പ്ലസ് ടു തുല്യതാ പരീക്ഷയൊക്കെ പാസ്സായിട്ട് ആ ഒരു രീതിയിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൽ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സേ പരീക്ഷ എഴുതിയിട്ട് ഈ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു സബ്ജക്റ്റ് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.